Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്നത്തെ റെസിപ്പി ഒരു ചെറിയൊരു എന്താ പറയുക ഒരു ചെറിയൊരു ഡിന്നർ പോലെ ആക്കാം, സ്റ്റാർട്ടർ ആക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പിള്ളേർക്ക് നമുക്ക് ലഞ്ച് ബോക്സിനകത്ത് കൊടുത്തു വിടാം. ഇതൊക്കെ ചെയ്യാം. പക്ഷെ ഇതുവരെ ഞാൻ എൻ്റെ പിള്ളേർക്ക് കൊടുത്തു വിട്ടിട്ടില്ല എന്നും പറഞ്ഞാൽ അതൊരു ചീത്ത റെസിപ്പി ആന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തു വിടാത്ത കുറച്ച് പണിയുള്ള ഏർപ്പാടാണ്. എന്നാൽ അതിൻ്റെ ആ ഫീലിംഗ് നമ്മൾ തലേന്ന് ഉണ്ടാക്കി വയ്ക്കുവാന്നേൽ പിറ്റേ ദിവസം പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ഏറ്റവും എളുപ്പമാണ്. പക്ഷേ ഈ പറഞ്ഞ കൂട്ട് നമ്മുടെ പിള്ളേർ സ്കൂളിൽ പോകാൻ നേരം നമ്മൾ അമ്മമാർക്കല്ലേ ഒരു ഇച്ചിരി ഒരു എന്താ പറയുക ധൃതി കൂട്ടുന്ന കാലത്തെ അന്നേരം ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് എന്നതേലും ഒക്കെ പെട്ടെന്ന് ചെയ്യാൻ ഒക്കുവാന്നേൽ അത്രയും നേരത്തെ പിള്ളേർക്ക് താമസമില്ലാതെ സ്കൂളിൽ പോകാനും ഒക്കും. അങ്ങനെയൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്ന ഓരോ റെസിപ്പിയാ ഇതൊക്കെ. അപ്പം ഇനി നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു പ്രത്യേക ഡിഷാണേ. അത് ശരിക്കും നമ്മൾ പെട്ടെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. തിങ്കളാഴ്ച സ്കൂളുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്നാ ചെയ്യുന്നത്, തലേന്ന് ബ്രെഡെല്ലാം മേടിച്ച് വെക്കും അല്ലേ. അപ്പോൾ എന്നും നമ്മളൊരു ബ്രെഡ് ഓംലെറ്റ് കൊടുക്കും, അല്ലെങ്കിൽ ബ്രെഡ് ജാം കൊടുക്കും, അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്നേലും ബ്രെഡ് ടോസ്റ്റ് ചെയ്യും. ഇതല്ലാതെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. അതാണ് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഇതിന് പ്രത്യേകിച്ച് പേരെന്നു പറഞ്ഞാൽ ബ്രെഡ് ചിക്കൻ പോള. വലിയ പണിയൊന്നുമില്ല, ആ ഫില്ലിങ്ങിന് മാത്രമേ ഇച്ചിരി പണിയുള്ളൂ. അത് കാലത്ത് ഒരു ഇച്ചിരി നേരത്തെ എണീക്കുവാന്നേൽ അതും ചെയ്യാനേ ഉള്ളൂ. പക്ഷേ ഈ വെളുപ്പാങ്കാലത്തൊക്കെ നമ്മൾ കിടക്കുമ്പോഴത്തേനല്ലേ ഇച്ചിരി ഉറക്കത്തിനൊരു ഇച്ചിരി നല്ല സുഖം കിട്ടുന്നത്. അന്നേരം നമ്മൾ എണീക്കാനും ഇച്ചിരി മടിക്കും. അന്നേരം തലേന്ന് ഫില്ലിങ് ആക്കി വെക്കുക. അന്നേരം പിള്ളേരും ഹാപ്പിയാണ്. സ്കൂളിൽ പോകുമ്പോഴത്തേന് ആ പുതിയൊരു ഡിഷ് കിട്ടിയെന്നൊരു നമുക്കൊരിതും വരും. അപ്പോൾ ഇന്ന് നമുക്കൊരു കാര്യം ചെയ്യാം. അതിന് വേണ്ടിയ സാധനം എന്നാക്കിയാന്ന് നോക്കാവേ. അതിന് വേണ്ടിയത് കുറച്ച് ചിക്കൻ കീമായ, പിന്നെ വേണ്ടിയത് കുറച്ച് സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക, പിന്നെ വേണ്ടിയത് കുറച്ച് പച്ചമുളക്, അതും കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നെങ്കിൽ ചതച്ചെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേച്ചാലും മതി, ഏതായാലും കുഴപ്പമില്ല. പിന്നെ വേണ്ടിയത് കുറച്ച് മല്ലിയില, കറിക്ക് സ്വാദ് വേണേൽ ഉപ്പ് വേണം. പിന്നെ വേണ്ടിയത് ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ ഇച്ചിരി വെള്ള കുരുമുളക് പൊടി. മസ്റ്റ് അല്ല, അതിനകത്ത് സാധാ നമ്മുടെ കുരുമുളക് പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. എരിവ് പിള്ളേർക്കാണെന്നുകൊണ്ട് ഇച്ചിരി എരിവ് കുറയ്ക്കുന്നത്. പിന്നെ കുറച്ച് മുട്ട. പിന്നെ നമ്മുടെ മുട്ട ഉണ്ടാക്കാൻ നേരം മുട്ടയ്ക്ക് ഒരു ഇച്ചിരി സോഫ്റ്റ്നെസ് വരാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി പാല്. പിന്നെ വേണ്ടിയത് കുറച്ച് നെയ്യ്. ഏത് നട്ടാണ് നമ്മുടെ വീട്ടിലുള്ളതെന്ന് വെച്ചാൽ അത് തന്നെ മതി. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് കുറച്ച് കാഷ്യൂ, പിന്നെ കുറച്ച് ബദാമും ഉണ്ട്. ഇത് കൊച്ചു കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുവാണ്. പിന്നെ നമുക്ക് വേണ്ടിയത് കുറച്ച് ബ്രെഡ് ഇങ്ങനെ മേടിക്കാൻ കിട്ടുകയില്ല. ബ്രെഡ് മേടിച്ച് വെച്ച് ഞാൻ റൗണ്ട് ഷേപ്പിൽ മുറിച്ചേക്കുക. പിന്നെ നമുക്ക് ഉള്ളി എല്ലാം വഴറ്റാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി എണ്ണ, അത് വെജിറ്റബിൾ ഓയിൽ ഏതായാലും മതി. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് ആ ബ്രെഡിനകത്ത് വെക്കാനുള്ള ഫില്ലിംഗ് ചെയ്യാൻ പോകുന്നത്. അതിന് പാൻ അടുപ്പേ വെച്ചേച്ചാൽ ഒരു ഇച്ചിരി എണ്ണ ഒഴിക്കണം. നമുക്ക് ആ ഉള്ളി വഴറ്റാനുള്ള എണ്ണ മതിയേ. ഇനി നമ്മുടെ എണ്ണ ചൂടായിട്ട് നമുക്ക് ഇച്ചിരി അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളിയില്ലേ അത് അതിനകത്തോട്ട് ഇടുക. കീമ എത്രയാണെന്നോ അതനുസരിച്ച് ഉള്ളി ചേർത്ത് വെച്ചാൽ മതി. ഒരു 1/2 കിലോ ആന്നേൽ ഈ പറഞ്ഞ കൂട്ട് ഒന്നെങ്കിൽ 2 മീഡിയം സൈസ് ഉള്ളിയാ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു മുഴുത്ത ഉള്ളി മതിയേ. ഇതിന്റെ വഴറ്റുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കട്ട്ലേറ്റ് ഒക്കെ ഇല്ലേ അന്ന് പറഞ്ഞ കൂട്ട് കുറച്ച് ഒന്ന് വാടണം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്നാ ചെയ്യണ്ടേ, ഒരു ഇച്ചിരി പച്ചമുളക് ഇടുക. എരിവ് അനുസരിച്ച് പിള്ളേർക്കാണെങ്കിലും ഒത്തിരി എരിവൊന്നും പിടിക്കുകയില്ല. കുറച്ച് പച്ചമുളക്, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടുക. പേസ്റ്റ് ആന്നേല പേസ്റ്റ്, അല്ല അരി വാന്നേല, അങ്ങനെ ഏതാ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തേച്ചാൽ മതി.
ഇനി ഇത് ഇച്ചിരി ഒന്ന് മൂത്തേച്ചേ അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറണം, അത്രേ ഉള്ളൂ അതിൻ്റെ ആ മൂപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളി ഇച്ചിരി മൂത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കീമ ഇടാൻ പോവാം. കീമ ഇട്ടേച്ചും അതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പ് എടുത്തോളൂ, ഒത്തിരി ഇടുവേല. പിന്നെ അന്നേല് ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി, പിന്നെ ഒരു ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ഇതിന് നല്ലതായിട്ടൊന്ന് ഇളക്കണം. ഇത് നല്ലതായിട്ട് അങ്ങോട്ട് ഇളക്കി വെച്ച്, അതായത് നമ്മുടെ കീമ നല്ല എങ്ങനെയെന്നാ പറയുന്നത്, അതിങ്ങനെ ഇളകി വരണം, ഷ്രെഡഡ് ആയിട്ട് പോലെ തന്നെ വരണം. അന്നേച്ച് ഇറച്ചിക്കകത്താന്നേലും ഈ പറഞ്ഞ കൂട്ട് ഉപ്പും പുളി എരിവൊന്നും ഇല്ലേലും കൊള്ളുവേല. അപ്പോൾ നമ്മൾ എന്നാ ചെയ്തു, ഉപ്പ് ചേർത്തു, എരിവിന് ചേർത്തു, ഏതൊക്കെയാ പച്ചമുളകും ചേർത്തു, ഉപ്പും ചേർത്തു, എരിവായി ഉപ്പായി. ഇനി പുളിക്ക് എന്നാന്ന് വെച്ചാൽ ഒരു ഇച്ചിരി, അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല, പക്ഷെ എന്നാലും നമ്മളൊരു ഇച്ചിരി, അതായത് ഒരു 2-3 ഡ്രോപ്സ് ഓഫ് വിനീഗർ നമ്മുടെ ഇതിനകത്തോട്ട് ഒഴിക്കണം. പിന്നെ വേണ്ടിയത് അതല്ല, നമുക്കിതൊന്നും വേണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, വിനീഗറും ഒഴിവാക്കാം. പക്ഷേ ഇതിനകത്ത് ടൊമാറ്റോ ഇട്ടാലും നല്ലയാ, ഫില്ലിംഗ് അല്ലേ, അന്നേരം ഇച്ചിരി ടൊമാറ്റോ ഇട്ടാലും നല്ലയാ. ചില പിള്ളേർക്ക് അന്നേരം ടൊമാറ്റോ അങ്ങോട്ട് ഇഷ്ടമാവുമല്ലോ, അല്ലെങ്കിൽ നമ്മൾ അത്രയും നേരം വഴറ്റാൻ നിൽക്കണമേ. വഴറ്റാൻ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൊമാറ്റോയുടെ ആ വെള്ളമെല്ലാം വറ്റിയേച്ച് മാത്രമേ നമുക്ക് അത് എടുക്കാനൊക്കത്തുള്ളൂ. അപ്പോൾ അത്രയും നേരം പോവും. വിനീഗർ അന്നേരം അത്രയും പാടില്ല നമുക്ക്. പിന്നെ വേണ്ടി എന്നാന്ന് വെച്ചാൽ ഇറച്ചിയല്ലേ, അതിനകത്തോട്ട് ഒരു ഇച്ചിരി ഗരം മസാലയും കൂടി ഇടുവാന്നേലും നല്ലയാ. ഇത് രണ്ടും ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞിട്ടില്ല, പക്ഷേ ഇതെന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഓപ്ഷണലാണ്, അതുകൊണ്ടാണ് ഞാനിത് പറയാഞ്ഞേ. അതല്ല നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്യാം, നോ പ്രോബ്ലം. പക്ഷേ ഇറച്ചിക്കാന്നേലും ഒരു ഇച്ചിരി ഗരം മസാല ഉള്ളതാന്നല്ലേ, അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി ഇടുവാന്നേ. ഒത്തിരി ഒന്നും ഇടുവേല, ഒരു ജസ്റ്റ് ഒരു ഫ്ലേവറിങ് അത്രയും മാത്രം മതി. ഇത് ഞാൻ പറയാഞ്ഞ കാര്യം എന്നാന്ന് വെച്ചാൽ മസ്റ്റ് അല്ല, അതുകൊണ്ടാണ്. നമ്മുടെ ചിക്കൻ നല്ല വെന്തു, അത് ഇച്ചിരി മുരിഞ്ഞു വരുക, ഡ്രൈ ആവണേ, ഒട്ടും വെള്ളം വേണ്ട. അതിനകത്തോട്ട് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഇച്ചിരി നിറച്ച് മല്ലിയില ഇട്ടോ. കുറച്ച് കൂടുതലെന്നൊക്കെ പറയുവല്ലേ എന്ന് പറഞ്ഞ കൂട്ട് ഇച്ചിരി കാര്യമായിട്ടിട്ടു. മല്ലിയില ഇട്ട് കഴിഞ്ഞ് വെച്ചാൽ ഒരു ഇച്ചിരി ഹൈ ഫ്ലെയിമേൽ നമുക്ക് ആ മല്ലിയിലയുടെ വെള്ളവും കൂടി ഒന്ന് കളയണം. അതായത് ആ ഒരു എന്നാ ഒരു ഡ്രൈ ആക്കി എടുത്തേച്ചാൽ മതി. ഒത്തിരി നേരം ഒന്നും എടുക്കുകയല്ല, ഒരു ഇച്ചിരി നേരം എടുക്കത്തുള്ളൂ. ഓൾറെഡി നമ്മുടെ ചിക്കൻ ആണെങ്കിലും ഇച്ചിരി ഡ്രൈ ആയി ഇരിക്കുമല്ലേ, വെള്ളമെല്ലാം വറ്റിയേച്ച ഫുൾ ഡ്രൈ ആ. അന്നേരം ആ മല്ലിയിലയുടെ ഒരു മണം ആ ചിക്കനേൽ പിടിക്കണ്ടേ, അത്രേ ഉള്ളൂ. ഇത് ഇത്രയും മതി. നമ്മുടെ ചിക്കനും മൊരിഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിപ്പോൾ ഈ നമ്മുടെ ഫില്ലിങ് ഇവിടെ ഇരിക്കട്ടെ, അത് ഇച്ചിരി ഒന്ന് ആറട്ടെ. അന്നേരം അടുത്ത സെക്ഷൻ എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ബ്രെഡ് ഞാനിപ്പം റൗണ്ട് ഷേപ്പിന് മുറിച്ചേക്കുക. അതിന് ബ്രെഡ് മുക്കാനായിട്ട് ഒരു ബാറ്റർ വേണം. അതെന്നാക്കിയാ വേണ്ടി വെച്ചാൽ ആദ്യം നമുക്ക് ഒരു 2 മുട്ട അല്ലെങ്കിൽ ഒരു 3 മുട്ട അടിക്കാം.
മുട്ടയും പിന്നെ അതിൽ ഇതിനകത്തോട്ട് ഇടാൻ മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഒരിച്ചിരി, ഒത്തിരി അല്ല, ഒരിച്ചിരി ഇട്ടേച്ചാൽ മതി. പിന്നെ ഒരിച്ചിരി മല്ലിയില, പിന്നെ കുറച്ച് കുരുമുളകല്ല, കുരുമുളക് പൊടി. പിന്നെ അന്നേരം ഈ മുട്ട ഇച്ചിരി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് 3 മുട്ടയില ഒഴിച്ചേക്കുന്നത്. അന്നേരം നമുക്ക് ഇതേപോലത്തെ ഒരു ചെറിയ തവിയാന്ന്, അതിന് 1 തവി പാല്. ഇത്രയും അങ്ങോട്ട് ചേർത്ത് വെച്ച് ഇത് നല്ലതായിട്ട് ബീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ തന്നെ നമ്മൾ സാധാ ഒരു ഓംലെറ്റ് ഉണ്ടാക്കുവാന്നേലുണ്ടല്ലോ, ഇച്ചിരി പാലും കൂടെ ചേർക്കുവാന്നേൽ നമ്മുടെ മുട്ട നല്ല സോഫ്റ്റ് ആയിട്ട് വരുവേ. അത് ഒരു എന്നാ പറയുന്നത്, ഒരു ബേസിക്കലി ഷെഫൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്, ഇച്ചിരി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് നമുക്ക് ഒരു പാൻ എടുത്തേച്ച്, ഏതാ നമ്മൾ ഫ്രൈ ചെയ്യാൻ എടുക്കുന്ന പാൻ, ഒത്തിരി എണ്ണയൊന്നും ഒഴിക്കുകയില്ല. അന്നേരം ചെറിയ ഫ്ലെയിമേലേ വെക്കാനൊക്കത്തുള്ളൂ. അപ്പം ഒത്തിരി വലിയ പാൻ എടുക്കണ്ട, നമുക്ക് ആ ബ്രെഡ് ഒന്ന് മൊരിച്ചെടുക്കാൻ പരുവത്തിന് പറ്റിയ ഒരു പാൻ എടുക്കുക. ഞാനിപ്പോൾ വേണ്ട ഇത്രയും വലിപ്പം പോയ ഒരു പാനാണ് എടുക്കുന്നത്. ഇതിനകത്തോട്ട് ഞാനൊരു ഇച്ചിരി നെയ്യ് ഒഴിക്കുക. നെയ്യ് എത്രയാ വേണ്ടിയെന്ന് വെച്ചാൽ നമ്മുടെ മുട്ടയൊന്ന് മൊരിഞ്ഞു വരാനായിട്ടുള്ള നെയ്യാന്നേ. ആ പാനെ ഫുള്ളൊന്ന് ചുറ്റിച്ചേച്ച് ഒരു ബ്രെഡ് എടുത്ത് ചെറിയ തീയിൽ വെച്ചാൽ മതി. നമ്മുടെ ഈ ബാറ്റർ, അതായത് നമ്മൾ മുട്ട, പാല്, ഉപ്പ്, കുരുമുളക് എല്ലാം ചേർത്തേക്കുന്നില്ലേ, അതിനകത്തോട്ട് നമ്മുടെ ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്യുക. ഡിപ്പ് ചെയ്ത് വെച്ച് ഈ പാനാന്നേലും ഒരു 2 എണ്ണമൊക്കെ നമുക്ക് വെക്കാൻ നോക്കും. ഡിപ്പ് ചെയ്ത് വെച്ചും അതിൻ്റെ മേലെ ഒരു ഇച്ചിരി നമ്മുടെ ഫില്ലിങ് വെക്കണം. എന്നുവെച്ച് തീ നല്ല കുറയ്ക്കുക. എന്നുവെച്ച് സെക്കൻഡ് ബ്രെഡ് എടുത്തേച്ച് സെയിം ബാറ്ററിൽ മുക്കണം. മുക്കി വെച്ച് ഇതിൻ്റെ മേലെ വെക്കുക. അന്നേച്ച് ഇത് രണ്ടും ഇത് സെപ്പറേറ്റ് അല്ല ഇരിക്കുന്നേ. നേരെ ഒരു ഇച്ചിരി മുട്ട ഇതിൻ്റെ മേലോട്ട് ഒഴിച്ചു കൊടുക്കുക. അതായത് ആ സൈഡ് ഇച്ചിരി ഒന്ന് കവറായി വരണം. വൺ അറ്റ് എ ടൈം ആ ഏറ്റവും നല്ല, ഒരുപാട് നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലതല്ല, 1 at a time. അന്നേരം ഇതിനൊരു ഇച്ചിരി നേരം എടുക്കും. അന്നേരം പിള്ളേർക്കൊരു എളുപ്പ വഴി ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബ്രെഡ് ഒന്ന് ഇച്ചിരി കുഞ്ഞാക്കിയത്. അന്നേരം നമ്മുടെ പാനിൽ 2 എണ്ണം കൊള്ളുവാന്നേൽ വേഗം ആക്കി എടുക്കാമല്ലോ. ഇതിനെ ഇനി നമുക്ക് പതുക്കെ സ്ലോലി ബാറ്ററിൽ മുക്കിയേക്കുന്ന ബ്രെഡാണോ അതിനെ ഇച്ചിരി ഒന്ന് മറിച്ചിടണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഇടയിലല്ലേ ഫില്ലിങ് വെച്ചേക്കുന്നത്. അന്നേരം അതൊരു ഇച്ചിരി ഒന്ന് വേവാൻ കാണുകയല്ലേ, അന്നേരം നമ്മുടെ ഇച്ചിരി ഒരു അടപ്പ് വെച്ചേച്ച് ഒന്ന് അടച്ചേച്ച് ആ അകത്തുള്ള മുട്ടയൊക്കെ ഒന്ന് ആവി കയറിയേച്ചാൽ മതിയേ, അതൊന്ന് വേവും. അത്രമാത്രം ഒന്നേ ഉള്ളൂ. അതേപോലെ ഈ സെയിം പ്രൊസീജിയർ നമ്മുടെ ഈ എല്ലാത്തിനും ചെയ്യുക. നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ, നമ്മൾ എടുക്കാറാവുമ്പോഴത്തേക്ക് നമ്മുടെ ഇച്ചിരി അണ്ടിപ്പരിപ്പും, അത് ജസ്റ്റ് ഉള്ളിയ ഡെക്കറേഷൻ ആണ്, പക്ഷെ ഇത് ഇതിനകത്തോട്ട് ഫിക്സ് ആയി ഇരിക്കണ്ടായോ. അന്നേരം ഞാനിപ്പം കാഷ്യൂവും വെച്ചു, ബദാമും വെച്ചു, വാട്ട് എവർ ദ നട്ട്സ്. നമുക്കിപ്പം കാഷ്യൂനട്ട് മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ അത് മാത്രം മതി. അന്നേച്ച് ഇച്ചിരി മുട്ട അതിൻ്റെ മേലോട്ട് ഒഴിച്ചു കൊടുത്തയച്ചാൽ ആ നട്ട്സും മല്ലിയിലും എല്ലാം അതിനകത്തോട്ട് തന്നെ ഇരിക്കും. അന്നേച്ച് ഇച്ചിരി നേരം നമുക്കൊന്ന് അടച്ചിടാം. അടച്ചിട്ട് കഴിഞ്ഞാൽ ഇതേ കൂട്ട് തന്നെയാണ് നമുക്ക് ബാക്കി എല്ലാം ചെയ്യാനുള്ളത്. ഇനി നമ്മുടെ ഗസ്റ്റായിട്ട് വരുന്ന ആളുടെ കാര്യമൊന്നും നമ്മൾ പറഞ്ഞില്ലേ. നമ്മൾ ഗസ്റ്റായിട്ട് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നാടൻ ഭക്ഷണം മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്.
അദ്ദേഹത്തിനാന്നു ഞാൻ ഇന്ന് ഈ എന്താ പറയാ ഈ തലകുളിത്തരം കാണിക്കാൻ പോകുന്നത്. ഇത് പക്ഷെ നാടൻ ഭക്ഷണമെന്ന് പറയാൻ ഒക്കിയല്ലോ. അദ്ദേഹത്തെ പറ്റി പറയുവാണെങ്കിൽ ചെറിയൊരു പാചക വിദഗ്ധനും കൂടി ആന്നു കേട്ടോ. അന്നേരം പിന്നെ ഇച്ചിരി ഉള്ള കുറ്റവും കുറവും ഒക്കെ എന്നാന്നുണ്ടെങ്കിൽ അതങ്ങ് പറയും. അതന്നാ സത്യം. അതാരാന്നറിയണ്ടേ? നമ്മുടെ ചിക്കൻ പോള, അതായത് ബ്രെഡ് ചിക്കൻ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. പ്രസന്റേഷൻ ഇങ്ങനെയാണ് ഞാൻ ചെയ്തേക്കുക, വെരി സിമ്പിൾ. ഹായ്, നമസ്തേ ചേട്ടാ. നമസ്തേ. ഇപ്പൊ മനസ്സിലായില്ലേ നമ്മുടെ ഗസ്റ്റ് ആരാന്നുള്ളത്? ഞാൻ ഭയങ്കര സസ്പെൻസ് ഇട്ടേക്കുമായിരുന്നു. ഞാൻ പറഞ്ഞ 2 in 1 ആയിട്ട് നമുക്ക് സസ്പെൻസ് മാറ്റിയിട്ട് എന്റെ ചിക്കനും കാണാം, ഗസ്റ്റിനെയും കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ബ്രേക്ക് കൊടുത്തത്. ഇപ്പൊ മനസ്സിലായില്ലേ? ഞാനിപ്പോ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ അനൂപിനെ. എല്ലാവർക്കും അനൂപിനെ അറിയാം. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ നാടൻ ഭക്ഷണത്തിനോട് ഭയങ്കര ഇഷ്ടമാണോ? ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത് നാടൻ ഭക്ഷണമാണ്. മറ്റേ ടൈപ്പ് ഒന്നും കഴിച്ചിട്ടില്ല? കഴിക്കുക വളരെ അപൂർവമായിട്ട് മാത്രം, വലിയ ഇൻട്രസ്റ്റ് ഇല്ല, ഇഷ്ടമല്ല. പക്ഷെ ഞാൻ ഇന്ന് ഇതാ ഉണ്ടാക്കിയേക്കുന്നത്. എന്നാ ചെയ്യാൻ? അത് ഉറപ്പല്ലേ, അത് നല്ലപ്പോഴൊക്കെ കഴിക്കാം അല്ലേ? അതാ പിന്നെ സ്നേഹമുള്ളവർ തരുമ്പോ, വേണ്ടപ്പെട്ടവർ തരുമ്പോ നമുക്ക് വേണം, അതിന് രുചിയും കൂടും. സത്യമാണ്. അതല്ലേലും പിന്നെ ഈ പറഞ്ഞ കൂട്ട് എന്റെ അടുക്കള വരുമ്പോ എപ്പോഴും നമ്മൾ കഴിക്കുന്ന തന്നെ തന്നെ വെച്ചാൽ ഒരു വ്യത്യാസം വരികയല്ലോ. ഇതാകുമ്പോ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് സ്വാദോടെ. പിന്നെ ഈ പറഞ്ഞ കൂട്ട് ഉള്ളതുപോലെ പറയുന്ന സ്വഭാവം വന്ന് എനിക്ക് നല്ലോണം അറിയാം. അങ്ങനെ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലേ? മിക്കവാറും കുറച്ച് അതുപോലത്തെ. അങ്ങനെ വേറെ എങ്ങനെയല്ല കാര്യം, നമ്മൾ നമ്മുടേതായ ഒരു നിലപാടും നമ്മുടെ ഒരു അഭിപ്രായം തുറന്നു പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നമുക്ക് അങ്ങനെ ദുരന്തമായിട്ടില്ല. അത് പക്ഷെ നമ്മൾ അറിയില്ല, വളരെ സൈലന്റ് പണികൾ ചില സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ പിന്നെ കിട്ടുക. അത് കുറെ കാലം കഴിയുമ്പോഴേ അറിയുള്ളൂ. പക്ഷെ പ്രത്യക്ഷമായ പ്രത്യാഘാതങ്ങളൊന്നും ഇതുവരെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഈ പാചകത്തിനോട് ഇത്ര താല്പര്യം വന്ന എങ്ങനെയാ? പാചകത്തിനോട് താല്പര്യം വരിക വെച്ചാൽ ഈ വളരെ അമ്മ നന്നായി പാചകം ചെയ്യും. അതായത് അമ്മ വളരെ ചുമ്മാ 2 കായ അരിഞ്ഞിട്ട് ചുമ്മാ ഇച്ചിരി എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയാലും ഒടുക്കത്തെ ടേസ്റ്റ് ആയിരിക്കും. ഒരു പക്ഷേ എനിക്ക് എൻ്റെ അമ്മ മാത്രമല്ല, ഒരു പക്ഷേ ചേച്ചിയുടെ അമ്മയും ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ആയിരിക്കാം. അപ്പം അമ്മ നന്നായി ഉണ്ടാക്കുന്നത് കൊണ്ട് പിന്നെ അമ്മയ്ക്ക് പിന്നെ വളരെ കൃത്യമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. അപ്പൊ ഈ ധാരണയും ഈ അറിവ് ഇതും ഉണ്ടാക്കലും കൂടി ആകുമ്പോഴത്തേക്ക് നല്ല രസമായിട്ട് നമുക്ക് തോന്നും. അപ്പൊ നമ്മൾ ചോദിക്കും, ഓരോ നിർമ്മാണത്തിന്റെയും പിന്നിൽ നല്ല ശക്തമായൊരു ധാരണയുണ്ട്. ആ ധാരണയോട് മനസ്സിലാക്കിയാൽ നമുക്ക് ഇത് എളുപ്പമായിട്ട് പഠിക്കാം. അത് സത്യ. ഈ ശരീരത്തിന്റെ രഹസ്യം അതാണ് അല്ലേ? എന്തായാലും അനുവിനോട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഈ പറഞ്ഞ കൂട്ട് നമ്മുടെ സിനിമയെ കൂട്ട് മാത്രമല്ല, നാടകം ഒത്തിരി നമുക്ക് നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു മേഖല, അതിനെപ്പറ്റി ചോദിക്കാറുണ്ട്. അതിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒക്കുവോ എന്നൊക്കെ നമുക്കൊന്ന് അറിയണം. ഇത് പക്ഷെ ഇവിടെ നിന്നാ ഒക്കത്തെ, നമുക്ക് അവിടെ ഇരുന്ന് വർത്താനം. ഞാൻ ആഹാരം വിളമ്പും, അനൂപ് എന്നോട് വിശേഷം വിളമ്പണം. അത്രേ ഉള്ളൂ വ്യത്യാസം, അല്ലാതെ ഇതിനകത്ത് ഒരു വ്യത്യാസവും ഇല്ല. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാനൊരു ഇതിൽ അഭിപ്രായം കേട്ടതാ അനൂപ് പറഞ്ഞത്, ഈ സ്റ്റീൽ പാത്രം, സ്വാർത്ഥത, സെൽഫിഷ്നെസ്, ടെലിവിഷൻ, ഇത് 3 വീടുകളിൽ നിന്ന് എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞ എന്നതിന്? ഈ ടി വി എന്ന് പറയുന്ന സാധനം കുരിയപ്പുഴ ശ്രീകുമാർ സാറിന്റെ ഒരു കവിതയുണ്ട്, ടി വി എന്ന പേര്. 2 വരിയുള്ള കവിത. ടി വി കേടായപ്പോ വീട് നന്നായെന്ന്. കാര്യം ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നൊരു സാധനം നമ്മൾ വീട്ടുകാരെല്ലാവരും കൂടെ ഇപ്പം നമ്മളൊരു ഗസ്റ്റ് വന്നാൽ തന്നെ നമ്മുടെ സ്വീകരണ മുറിയിൽ ടി വി ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു പരിപാടിയാണ്. നമ്മൾ ഗസ്റ്റ് പറയുന്ന കാര്യങ്ങൾ ഒരു ലേശം കൊടുത്തിട്ട് ഇവിടെ പോകണം. അപ്പം അങ്ങനെ ഒരു സംഗതി. പിന്നെ ഈ സ്റ്റീല് അല്ല അലൂമിനിയം എന്ന് പറയുന്നൊരു സാധനം പാചകം ചെയ്യാൻ പറ്റിയൊരു സംഗതിയല്ല. പിന്നെ ഇത് കൂടാതെ അടുക്കള എന്ന് പറയുന്നത് അടുക്കുള്ള അളവാണ് അടുക്കള. അളം മീൻസ് സ്ഥലം, അടുക്ക്. അവിടുത്തെ അടുക്കാണ് ആ വീടിൻ്റെ അടുക്ക്. ഈ അടുക്ക് നഷ്ടപ്പെട്ടാൽ എല്ലാം പോയി. അപ്പൊ ഈ അടുക്കള എന്ന് പറയുന്ന ഒരു സാധനം അതെപ്പോഴും തീ കൊണ്ടായിരിക്കണം. പണ്ട് ഞാനൊരു ആദിവാസി ഒരു അമ്മച്ചിയെന്ന് ഒരാവശ്യത്തിന് വേണ്ടി ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ കൊള്ളാം 114 വയസ്സുണ്ട് ആ അമ്മച്ചിക്ക്. ഞാൻ നോക്കുമ്പോൾ ഒരു പൊണ്ണം ചാക്ക വലിയ മറ്റേ മഴൂനൊക്കെ കൊത്തിയിട്ട് ഇതിങ്ങനെ എങ്ങനെ വളർത്തിയൊക്കെ 114 വയസ്സിനടുത്ത് കാണും. കാര്യം അത്രയായി.
ഇതിങ്ങനെ എടുത്ത് ആദ്യം നോക്കി എടുത്ത് എന്നോടൊക്കെ നോക്കി എന്തെങ്കിലുമൊക്കെ പറയുന്നൊക്കെ ഉണ്ട് ഉള്ളി ഇതങ്ങ് എടുത്തിട്ട് ഈ സാധനം ഇത്രയും വലിയ അതിൻ്റെ ചക്ക ആദ്യം എന്ന് പറഞ്ഞാൽ എടുത്തിട്ടൊരു തീക്കകത്തേക്ക് വെക്കുക. എന്നിട്ട് തീക്കകത്തേക്ക് വെച്ചിട്ട് ഒരു കമ്പ് കൊണ്ട് അതൊക്കെ തിരിച്ചിടുന്നുണ്ട്. അപ്പൊ കൂടെ പെമ്മക്കളൊക്കെ ഉണ്ട്. പെമ്മക്കൾക്ക് തന്നെ ഏകദേശം ഒരു 80 വയസ്സിലെടുത്തുണ്ട്. അപ്പൊ ഇവരുടെ പ്രായം എന്തായിരിക്കും ആലോചിക്കുന്നത്. അപ്പൊ ഇവരിതിങ്ങനെ എടുത്തിട്ടിട്ട് ഓരോന്നിങ്ങനെ നമുക്കിങ്ങനെ ഇങ്ങനെ ചുട്ട് എന്ന് തരും. ഞാൻ അപ്പോഴാണ് ആലോചിച്ച് ചക്ക ചുട്ട് ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട്. ഒരു സാധനമില്ല, അതിൽ നിന്ന് മാത്രം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ തരികയാണ്. നമ്മളതിങ്ങനെ പൊളിച്ച് നമ്മളിങ്ങനെ കഴിക്കുക. അപ്പൊ ആ അമ്മച്ചിയാണ് അന്ന് പറഞ്ഞത്, ചക്ക ചുട്ട് തിന്നാൽ ഒട്ടും ഗ്യാസ് ഇല്ല, ചക്ക അടുപ്പേ വെച്ചിട്ട് പാചകം ചെയ്ത് കഴിച്ചാൽ പകുതി ഗ്യാസ് ഉണ്ട്, ചക്ക ഗ്യാസേ വെച്ച് ഉണ്ടാക്കിയാൽ മൊത്തം ഗ്യാസ്. അപ്പൊ അങ്ങനെ ഒരു സാധനമാണ് ഈ അടുക്കള എന്ന് പറയുമ്പോഴത്തേക്ക്. ഇതിനകത്ത് കരി പിടിച്ച അടുക്കള എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും കാർബണാണല്ലോ കരിയുന്നത്. കാർബൺ ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു സ്ഥലമല്ലേ. അപ്പൊ അവിടെ എന്താ പറയുക, വിഷജീവികളൊന്നും വരില്ല, വിഷാംശങ്ങളൊന്നും വരില്ല. ഒരു വല്ലാത്ത കരി പിടിപ്പിച്ച അടുക്കളക്കകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു കൂളിംഗ് സുഖം വരും. അപ്പൊ ഇതൊക്കെ ചില കാര്യങ്ങൾ മനസ്സിലാക്കി ചില ആൾക്കാരിൽ നിന്നൊക്കെ പഠിക്കാനിടയായപ്പോഴാണ് ഞാൻ പറഞ്ഞത് ടിവിയും വേണ്ട, സ്റ്റീൽ പാത്രവും വേണ്ട, ഗ്യാസും വേണ്ട എന്നൊരു സാധനം. അങ്ങനെ ആകുമ്പോഴേ ഇപ്പൊ നമ്മൾ ആഹാരം ഉണ്ടാക്കാനായിട്ട് കുറെ സമയം എടുക്കണം. ഞാൻ മാത്രം പറഞ്ഞാൽ ബോറടിക്കുവോ? നമ്മളിപ്പോ ആഹാരം ഉണ്ടാക്കാൻ എടുക്കുന്ന സമയമുണ്ടല്ലോ, ഈ സമയമാണ് നമ്മുടെ സംസ്കാരം. സത്യമാണ്. അപ്പൊ ഇപ്പൊ ഒരു പാടം ഉഴുത് മറിച്ച് അതെല്ലാം വരണ്ടി കൂട്ടി അവിടെ ഇവിടെ ഒക്കെ ഇത്തിരി ഈശ്വരയൊക്കെ കത്തിച്ച് അതിലേക്ക് വിത്ത് എറിഞ്ഞ് ആ വിത്ത് വളർന്നു വന്നു, അതിൻ്റെ ഇടയിലുള്ള ചപ്പിയവരൊക്കെ പറിച്ച് ആ വിത്ത് കുറച്ചുകൂടെ കഴിക്കുമ്പോൾ കതിരിട്ട് അതിനെ പരിപാലിച്ച് അത് കൊയ്ത് വീട്ടിൽ കൊണ്ടുവച്ച് ആ നെല്ല് ഇതാക്കി ചവിട്ടി മെതിച്ച് റെഡിയാക്കി അത് പുഴുങ്ങി എന്നിട്ട് കുത്തി അത് പേറ്റി എന്നിട്ടത് അരിയാക്കി അത് കഴുകി മംഗലത്തുമ്മ ഇട്ട് കഞ്ഞിയാക്കി എന്നിട്ടത് ചോറാക്കി കൊണ്ട് വെക്കുമ്പോ അങ്ങനെ വരുമ്പോഴേ നമുക്കൊരു സംസ്കാരം കറക്റ്റായിട്ടുണ്ടാവും. അനൂപിന്റെ വീട് എവിടെയാണ്? ഞാൻ ചേർത്തലയാണ്. എൻ്റെ അർത്തുങ്കൽ പള്ളിയുടെ അടുത്തായിട്ടാണ്. അപ്പൊ അവിടെ ഇങ്ങനെ ഒത്തിരി പാടവും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കാലാകാലങ്ങളായിട്ട് അത് നികന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അനൂപിന്റെ വീടിനടുത്തൊന്നുമില്ല. ഉണ്ട്. ഇപ്പൊ എനിക്ക് മാത്രമേ അവിടെ നെൽകൃഷി, എനിക്ക് തോന്നുന്നു എൻ്റെ പഞ്ചായത്തിൽ 3-4 ഞങ്ങൾ കർഷക സുഹൃത്തുക്കൾക്കുണ്ട്. പക്ഷെ എൻ്റെ ആ ഒരു പ്രദേശത്തിലൊരു 1-2 വാർഡുകൾക്കിടയിൽ എനിക്ക് മാത്രമേ നെൽകൃഷിയുള്ളൂ, ബാക്കി ആർക്കും ഇല്ല. അതുകൊണ്ട് എൻ്റെ നെൽകൃഷി ഉള്ളത് കൊണ്ട് മാത്രം എൻ്റെ ലാസ്റ്റ് പാട, അതായത് ഈ പാടത്തുനിന്ന് കനാലി ഇങ്ങനെ പോയാണ് വലിയ കനാലിൽ പോയി മുട്ടിയിട്ട് ഈ വെള്ളം മുഴുവൻ വെളിയിൽ പോകുന്നത്. അപ്പൊ എൻ്റെ ഇങ്ങനെ ഒരു പാടം ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ കനാലിൽ മൂടപ്പെടാതിരിക്കുന്നത് ഇത്രയും കാലമായിട്ട്. ഇപ്പൊ ഞാൻ കൃഷിക്ക് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, കഷായം വേണ്ടാത്ത അവസ്ഥ. ഇപ്പൊ ശ്രീനിയേട്ടൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, 450 രൂപ 450 കോടി മുടക്കിയിട്ട് ഇവിടെ ക്യാൻസർ ഹോസ്പിറ്റൽ ഉണ്ടാക്കാൻ പോകുന്നു. 15 കോടി 20 കോടി കർഷകർക്ക് തന്ന ഒരു പുഷ്പം പോലെ ഇതുണ്ടാക്കും. നമുക്ക് ക്യാൻസർ ഇല്ലാതെ ജീവിക്കാം. പുഷ്പം പോലെ ഉണ്ടാക്കും. നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. കാര്യം നമ്മള് ഈ കൂടുതലും ഞാൻ ഈ വടക്ക് മേഖലയായിട്ട്, കാര്യം അവിടെ കുറെ കാസർഗോഡ് ജില്ലയായിട്ട് എനിക്ക് വളരെ അടുത്ത് ബന്ധമുണ്ട്. ഇപ്പൊ കാസർഗോഡ് ജില്ലയിൽ നാടൻ പശുക്കളുണ്ട്. കേരളത്തിൽ നിന്ന് ഒറിജിൻ ആയിട്ടുള്ള ഒരേ ഒരു പശു വിഭാഗം എന്ന് പറയുന്നത്, നാടൻ പശു വിഭാഗം എന്ന് പറയുന്നത് കാസർഗോഡ് കുള്ളൻ എന്ന് പറയുന്ന ഒരു പശു മാത്രമാണ്. അപ്പൊ അതിന് അവിടെ കുറച്ച് 3-4 ഗോശാലകളുണ്ട്. അപ്പൊ നമ്മുടെ ശമ്പളത്തിൽ നിന്ന് കിട്ടുന്നതിന്റെ ഒരു % ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്. പക്ഷെ വളരെ നിസ്സാരമായിരിക്കും അത്. എന്നെ പുറത്തെ ഒരാളുടെ ശമ്പളം എന്നൊക്കെ പറയുമ്പോൾ അത്രയല്ലേ ഉണ്ടാവുള്ളൂ. ഒരു % ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്ക് അവിടെ പോയി സർവീസ് ചെയ്യാറുണ്ട്. പിന്നെ നാടൻ പശുക്കൾ എനിക്കും ഉണ്ട്. ഉണ്ട്. അപ്പൊ ഞാൻ ഇവരോട് 10-14 ഉണ്ട് എനിക്ക്. അപ്പൊ ഇവരുമായിട്ടുള്ളൊരു മിങ്കിൾ വെച്ചിട്ട് ഞാൻ ഇവരുടെ അടുത്ത് ഇവരുടെ സെമിനാറുകൾക്കൊക്കെ പോകുമ്പോൾ തിരിച്ച് നമ്മൾ ട്രെയിനിൽ കയറുമ്പോൾ കുറെ ആൾക്കാർ ട്രെയിനിൽ തലക്കിട്ട് കെട്ടി, കൈക്കിട്ട് കെട്ടി, വയറ്റത്തിട്ട് കെട്ടി. അപ്പോൾ ഒരു സ്റ്റേഷനിൽ നിന്ന് നമ്മൾ അവിടുന്ന് കാസർഗോഡ് നിന്ന് മംഗലാപുരത്ത് നിന്ന് പോരുന്ന വണ്ടിയാണല്ലോ. കാസർഗോഡൊക്കെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ ഓരോ സ്റ്റേഷനിലും ചുമ്മാ ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ച് ഒക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് കാണാം അവിടുന്ന് ആൾക്കാർ ഇരച്ചു കയറുക. ഇങ്ങനത്തെ ആൾക്കാർ ഇങ്ങനെ ഓരോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി കയറി വരുമ്പോൾ ഞാൻ ട്രിവാൻഡ്രം സെൻട്രലിൽ വന്നിട്ട് ഞാൻ ഇറങ്ങി ഈ എൻട്രൻസിൻ്റെ അവിടെ പോയി നിന്നു. എന്നിപ്പോൾ ആ ട്രെയിനിൽ അമൃത എക്സ്പ്രസ് എന്ന് പറയുന്ന വണ്ടിക്കകത്ത് വരുന്ന ജനത്തിൻ്റെ പകുതി ശതമാനം
പകുതിക്ക് മേലുള്ള ആൾക്കാർ ഇത്ര ആൾക്കാരാ. ഇവര് വരുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രം കാണാനല്ല, ഇവര് വന്ന തിരുവനന്തപുരം പട്ടണം കാണാനല്ല, ഇവര് വരുന്ന അർത്ഥനഗ്നരായ സായിപ്പ് മദാമയും കുളിക്കുന്ന കോളം കടപ്പുറം കാണാനുമില്ല. ഇവർ വരുന്നത് റീജിയണൽ ക്യാൻസർ സെന്ററിലേക്കാണ്. ക്യാൻസർ പകുതിയോടടുക്കുന്നു. എന്റെ ദൈവമേ, ഇത് റിയൽ ഫാക്ട്. കണ്ടത് അനൂപ്, കണ്ടത് ശരിക്കും. നമുക്ക് ആ ഒരു നിമിഷമല്ലേ ചിന്തിക്കാൻ പോലും മേല. അപ്പൊ അനൂപ് പറയുന്ന ഒരു കാര്യം, നമ്മളും എല്ലാം വീട്ടിൽ 1 2 തൈ ആന്നേ പോലും തന്നെ എടുക്കുന്നത് തന്നെയാണ്. അങ്ങനെ അത് ചെയ്യണം. അടുത്ത തലമുറയെ അത് മസ്റ്റായിട്ട് പഠിപ്പിക്കണം. അത് പഠിപ്പിച്ചില്ല എങ്കിൽ നമ്മുടെ തലമുറ വളരെ മോശമായിക്കൊണ്ടിരിക്കും. കാര്യം നമ്മൾ ചില വീടുകളിലൊക്കെ, നമ്മുടെ ബന്ധു വീടുകളിലാവട്ടെ, നമ്മുടെ ചില സുഹൃത്തുക്കളുടെ വീടുകളിലാവട്ടെ, അവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ താഴെ അവരുമൊക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവരുടെ മക്കള് മേളില് അടച്ച മുറിയില് കമ്പ്യൂട്ടറൊക്കെ കളിച്ച് ഒരു ബന്ധവുമില്ല. നമ്മൾ വന്ന് താഴെ ഇത്തിരി സംസാരിച്ചു, നമ്മൾ പോയി. അപ്പൊ എൻ്റെ ഒരു അമ്മാവൻ പറഞ്ഞ ഒരു തമാശയുണ്ട്. അപ്പൊ അമ്മാവൻ പട്ടിയെ വിൽക്കാൻ പോകുന്നു. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്താ പട്ടിയെ വിൽക്കണേ? ഇത് നാടൻ പട്ടിയാ. അതിനെ കണ്ട മനുഷ്യൻ നോക്കുകയല്ല, അമ്മായി ഒരു പട്ടി അതിനെ വിൽക്കാൻ പോവുകയെന്ന്. ഞാൻ ചോദിച്ചാൽ എന്താ? അതല്ല, എൻ്റെ മകൻ 9 മണിയാകുമ്പോൾ കമ്പ്യൂട്ടർ മുറിയിൽ കയറും. എന്നിട്ട് അവൻ ഉറങ്ങാൻ കിടക്കുന്നത് വെളുപ്പിന് 5 മണിക്കാ. 5 മണിക്ക് മുമ്പ് എൻ്റെ ഭാര്യ എഴുന്നേക്കും. പിന്നെ ഇവിടെ പട്ടിയുടെ ആവശ്യം എന്താ? വേറൊരു ഭയങ്കര രസം പറയാം. ഈ ഒരു വളരെ പ്രഗത്ഭനായ ഒരു ഫ്രോയിഡിന് ശേഷമുള്ളൊരു സൈക്കാട്രിസ്റ്റ്, അദ്ദേഹത്തോട് ഒരു പത്രക്കാരൻ ചോദിച്ചു, ലോകത്തെ ഏറ്റവും കരുത്തുറ്റ ജനതയാരാന്ന് ചോദിച്ചു. ഞാൻ ഈ സംസാരത്തിനിടയ്ക്ക് ഓർക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പേരൂടെ പറയാം, കാര്യം അപ്പം നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ എളുപ്പമാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, ലോകത്തെ ഏറ്റവും കരുത്തുറ്റ ഒരു ജനതയല്ല, 2 ജനതയാണ്. അതിലൊന്ന് ഞാൻ ഉൾപ്പെടുന്ന ജൂതന്മാരാണ്. 2 ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് കേരളം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അവിടുത്തെ മലയാളി എന്ന് പറയുന്നൊരു വിഭാഗമാണ്. അപ്പം ഞാനിത് ഇത്രയും പണ്ഡിത ശ്രേഷ്ഠനായ ഒരു മനുഷ്യൻ ഇങ്ങനെ പറയുന്നത് എനിക്കിങ്ങനെ രോമാഞ്ചമൊക്കെ. അപ്പൊ ഞാൻ ഉടനെ തന്നെ വീണ്ടും ഇത് വായിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് 100 ജൂതനും മലയാളിയും അടങ്ങുന്ന 100 രാജ്യങ്ങളിൽ ഓരോരുത്തരെ വിളിക്കുക, ഓരോ രൂപ എല്ലാവരുടെയും കൈ കൊടുക്കുക, എന്നിട്ട് 6 മാസം കഴിഞ്ഞിട്ട് ഈ പൈസന്റെ പൊസിഷൻ അന്വേഷിക്കുക. അപ്പൊ 99 രൂപയും ജൂതന്റെ കയ്യിൽ എത്തിയിട്ടുണ്ടാകും എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഓക്കെ, ജൂതന്റെ മഹാത്മ്യം മനസ്സിലായി. ഇപ്പൊ മലയാളിയുടെ മഹാത്മ്യം എന്താ? ഇത്രയും പൈസ ജൂതന്റെ കയ്യിലാണ് എത്തിയിരിക്കുന്നത്. ആദ്യം തിരിച്ചറിയുന്ന ജനത അത് മലയാളിയായിരിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് അതിന് അങ്ങനെ പ്രൂവ് ചെയ്തിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ലോകത്ത് ആദ്യമായി ബൈ ബാലറ്റിലൂടെ കൂലിപ്പണിക്കാരുടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നത് ഈ കേരളത്തിലാണ്. അത് കഴിഞ്ഞ പോലും ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇങ്ങനൊരു കാര്യം തീരുമാനിക്കാൻ ഒരു ഇന്റലക്ച്വൽ കപ്പാസിറ്റി ആവശ്യമുണ്ട്. ഈ ഇന്റലക്ച്വൽ കപ്പാസിറ്റി മലയാളിക്ക് എവിടുന്ന് കിട്ടുന്നു? അവന് കിട്ടുന്നത് അവൻ്റെ നാടിൻ്റെ പേര് കേരളം എന്നാ. അവൻ്റെ ഭക്ഷണത്തിൻ്റെ സിംഹഭാഗം നാളികേരമാണ്, തേങ്ങയാണ്. തേങ്ങയിലെ പ്രധാനപ്പെട്ട ഔഷധങ്ങൾ എല്ലാം കൂടെ നമ്മുടെ പീനിയൽ ഗ്രന്ഥിയെ ഉത്തേജിപ്പിക്കും. പീനിയൽ ഗ്രന്ഥി ഉത്തേജിച്ചു കഴിഞ്ഞാൽ അതൊരു സ്റ്റാർട്ടറാണ്, ബുദ്ധിയുടെ സ്റ്റാർട്ടറാണ്. അതോടായി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി ബുദ്ധി സ്ട്രെയിറ്റ് ആവും. അപ്പൊ സ്വാഭാവികമായിട്ടും ലോകത്ത് ആലോചിച്ച് നോക്ക്, ഈ വേൾഡ് മുഴുവൻ എടുത്ത് നോക്ക്, ഏറ്റവും പ്രധാന പൊസിഷൻ എല്ലാം മലയാളിയാ. ശ്രദ്ധിച്ചു നോക്ക്. നമ്മൾ ഇപ്പൊ സൗദിയിലൊക്കെ പോകുന്ന സമയത്ത് അവിടുത്തെ അറബീനൊക്കെ മറ്റവന്മാര് നമ്മുടെ മലയാളികളിട്ട് വർത്താനം പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്. അറബി നല്ല 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 പൊസിഷൻ അല്ലേ മലയാളിക്ക് എല്ലായിടത്തും. അപ്പൊ ഇപ്പൊ തേങ്ങ നമ്മുടെ ഭക്ഷണത്തിൽ കുറയാൻ തുടങ്ങി. അത് ചുമ്മാ ഇങ്ങനെ ഡോക്ടേഴ്സ് പറയുമല്ലേ അതിനകത്ത് ഇപ്പൊ 2 ഭക്ഷണമാണ് കേരളത്തിലെ ഏറ്റവും ടോപ്പ്. നമ്മൾ വാർത്താ മാധ്യമങ്ങൾക്കകത്തൂടെ നമ്മളെപ്പോഴും കാണുന്ന 2 ഭക്ഷണം. ഒന്ന് മുസ്ലിം ഭക്ഷണം. പണ്ട് മുസ്ലിം ഭക്ഷണത്തിനകത്ത് എല്ലാം തേങ്ങയും തേങ്ങാപ്പാലിന്റെ ഒക്കെ കളി, എണ്ണയുടെ ഒക്കെ കളിയാണ്. പക്ഷെ ഇപ്പൊ അതെല്ലാം പതുക്കെ അവോയ്ഡ് ആകുന്നു. തേങ്ങ ഇല്ലാത്ത ഭക്ഷണമാണ് മുസ്ലിം ഭക്ഷണം എന്ന് പ്രചരിപ്പിക്കപ്പെടുന്നു. തൊട്ടടുത്താണ് ഷാപ്പ് കറി. ഈ കള്ള ഷാപ്പിൽ ഒരു സാധനത്തിനകത്ത് തേങ്ങയില്ല.
അത്യാവശ്യം ചില കക്കാറച്ചയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചുമ്മാ ഇച്ചിരി തേങ്ങ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ കൊഴുവാപ്പീരയൊക്കെ ഉണ്ടാക്കി തേങ്ങ ഇടുന്നു എന്നുള്ള, അല്ലാണ്ട് ബാക്കി തേങ്ങയില്ല. അപ്പം തേങ്ങയില്ലാത്ത ഭക്ഷണം എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ആരോ ആഗ്രഹിക്കുന്നുണ്ട്, ഉള്ളിന്റെ ഉള്ളിലൊരു ആരോ ആഗ്രഹിക്കുന്നുണ്ട്. അത് അന്വേഷിച്ചേ പറ്റൂ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കർഷക തൊഴിലാളികൾ, നിങ്ങൾ ഈ മറ്റേ കിഴക്കൻ മേഖലയിലെ റബ്ബർ വെട്ടുകാരെ കർഷക തൊഴിലാളിയായിട്ട് കൂട്ടരുത്, റബ്ബർ കർഷകരായിട്ടും കൂട്ടരുത് കേട്ടാ. നമ്മളെ പോലത്തെ അരിയും പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ, ഈ പറയുന്ന ആൾക്കാർ, ഈ കർഷകരാകട്ടെ കർഷക തൊഴിലാളികളാകട്ടെ, അവരൊരൊറ്റ ആൾ പോലും ജയിലിൽ കിടപ്പില്ലെന്ന്. പണ്ടും ജയിലിൽ കിടന്നിട്ടില്ല, ഇപ്പോഴും ജയിലിൽ കിടക്കുന്നില്ല. ഇവരാരും കള്ളുഷാപ്പി വന്നിട്ട് ഇടിയുണ്ടാക്കുന്നില്ല. ഇവരാരും ഒരു സാമൂഹ്യ വിരുദ്ധത ഒരു സ്ഥലത്തും കാണിക്കുന്നുമില്ല. അതിൻ്റെ അർത്ഥം പ്രകൃതിയും ഇവരും തമ്മിലുള്ള ഈ ഒരു വർക്ക് എന്ന് പറയുന്ന ഒരു മെഡിറ്റേഷൻ പോലെ പോയി ഇവർ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയുക. ഒരു ഷാപ്പിലൊക്കെ ചില കർഷക തൊഴിലാളി വന്നിരിക്കുന്നത് കണ്ടിട്ടില്ലേ, ഒരു കുപ്പി, ഒരു ഗ്ലാസ്, ഒരു 2 കഷ്ണം കപ്പ, ഒരു ഇച്ചിരി തൊടാനും മേടിച്ച് വെച്ചിട്ട് ധ്യാനിക്കുക. ആൾക്കാർ പറയുന്നൊക്കെ കേട്ട് ഒന്നൊക്കെ തൊട്ട് എന്നിട്ട് ഒരു 9 മണിയാകുമ്പോൾ അവർ വീട്ടിൽ പോകും. അപ്പം ഇതൊരു കൃഷി എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. നമുക്ക് ഡീവിയേഷൻസ് ഒരുപാടുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് ഏത് വഴി വേണേലും പോകാം, തിരിച്ചു വരാം, ഏത് വഴി വേണേലും പോകാം, തിരിച്ചു വരാം, ഏത് വഴി വേണേലും പോകാം, തിരിച്ചു വരാം. ശരിക്കും ഒരുപാട് നമ്മൾ ചിന്തിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അനൂപ് പറയുന്നുണ്ട്. എന്തായാലും ഒരു ഇന്റർവെൽ, ആ ഇന്റർവെല്ലിൽ ഞാൻ എന്തായാലും അനൂപിന് എന്റെ ഭക്ഷണം തരട്ടെ. എന്തായാലും എന്നെ വഴക്ക് പറയും ഈ പറഞ്ഞ വർത്താനമൊക്കെ കേട്ടു വന്നേല്. പറയില്ല. ഇതെങ്ങനെയാണ് ഇതിന്റെ പരിപാടി? അതൊരു ഇച്ചിരി പരിപാടിയേ ഉള്ളൂ. എന്നുവെച്ചാൽ പിള്ളേർക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ എളുപ്പമല്ലേ അമ്മമാർക്ക്. പക്ഷെ ഇനിയിപ്പോ അനൂപിന്റെ വർത്താനം കേട്ടിട്ട് ഞാൻ ഇനി അധികം അത്ര ഉപദേശിക്കുകയല്ല. പൊതുവേ ഈ ടിഫിൻ എന്നൊരു നമുക്കിപ്പോ പൊതുവെ ഒരു കൾച്ചറുണ്ട്. ഞാനൊരു വലിയൊരു ദുരന്തം മാത്രം പറഞ്ഞു, ഞാൻ ബോറടിപ്പിക്കല്ലേ. ദുരന്തം പറയട്ടെ. ഇത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്കോപ്പുള്ള ഒരു ജോലി എന്തുവാണെന്നറിയോ? ഇന്ന് കേരളത്തിൽ പഠിച്ചാൽ ഉടൻ ജോലി കിട്ടുന്ന ഒരു ജോലി എന്തുവാണെന്നറിയോ? മന്ദബുദ്ധികളെ പഠിപ്പിക്കുന്ന അധ്യാപകർ. ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടികളെ പഠിപ്പിക്കുന്ന ആ കോഴ്സ് പഠിച്ചിട്ടുള്ള അധ്യാപകർക്കാണ് പെട്ടെന്ന് ജോലി കിട്ടുന്നത്. പണ്ട് നമ്മുടെ വീടിൻ്റെ ആ പ്രദേശത്തൊക്കെ 1 or 2 ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇന്നൊരു ജംഗ്ഷനിൽ നിന്ന് അവരൊരു വണ്ടി വന്ന് ആളെ എടുത്തുകൊണ്ട് പോണ കാണുമ്പോൾ നമുക്ക് പേടി വരും. ഒരു പഞ്ചായത്തിൽ നിന്ന് 4-5 സ്കൂളുണ്ട്, മന്ദബുദ്ധികളുടെ സ്കൂള്. അപ്പോൾ നമ്മുടെ പോപ്പുലേഷൻ്റെ പകുതിക്കടുത്തേക്ക് മന്ദബുദ്ധികൾ നടന്ന് കയറിക്കൊണ്ടിരിക്കുക. രാജ്യത്തിൻ്റെ അവസ്ഥ എന്താവും? അയ്യോ, ഒരു വശം ക്യാൻസർ, ഒരു വശം മന്ദബുദ്ധിയല്ല. എൻ്റെ ദൈവമേ, എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ഭക്ഷണമാണ്. ഈ ഭക്ഷണം ഇതൊക്കെ എൻ്റെ അമ്മ പറഞ്ഞതാണ് കേട്ടോ. അയ്യോ, അമ്മയ്ക്ക് ഇവരവർക്ക് ഞാൻ ഭയങ്കര സംഭവം ഇത് ഞാനൊന്നുമല്ല കേട്ടോ അമ്മ. കാര്യം എൻ്റെ അമ്മ ഭയങ്കര ജീനിയസാണ്, ഭയങ്കര ജീനിയസ്. കാര്യം വെച്ചാല് ജീനിയസ് ആണെന്ന് പറയുന്നതിൻ്റെ ഒരു വേറൊരു വശം എന്ന് പറഞ്ഞാൽ അമ്മ FA സീറ്റിൽ ഉദ്യോഗസ്ഥയായിരുന്നു. പക്ഷെ എൻ്റെ പുരയിടത്തിൽ ഒരു ഒറ്റത്തുള്ളി രാസവളം അമ്മ ഇട്ടിട്ടില്ല. അതാണ് അമ്മ ജീനിയസ് ആണ് ഞാൻ പറഞ്ഞത്. വളരെ ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഡീപ്പായിട്ടുള്ള നല്ല അന്വേഷണവും പഠിത്തമൊക്കെ ഉള്ള. അപ്പോൾ അമ്മ പറഞ്ഞിട്ടുള്ളൊരു സംഗതിയാണ്, 10 മാസം വയറ്റിൽ കിടന്ന് പുറത്തു വരുന്നൊരു കുഞ്ഞ്, ആ കുഞ്ഞ് 10 മാസം പ്രായമുള്ള ആഹാരം കഴിക്കണം. പ്രായപൂർത്തിയായി കഴിയുമ്പോൾ ആ കുഞ്ഞ് 10 മാസം പ്രായമുള്ള ആഹാരം കഴിക്കണം. അതുകൊണ്ട് പഴയ നമ്മുടെ ചേന 10 മാസമായിരുന്നു, വാഴ 10 മാസമായിരുന്നു, നെല്ല് 10 മാസമായിരുന്നു, മറ്റുള്ള എല്ലാം 10 മാസമായിരുന്നു, ചക്ക, മാങ്ങ, തേങ്ങ എല്ലാം 10 മാസം. 18 വയസ്സ് എത്തുന്നതിന് മുമ്പ് വരെ ആ കുഞ്ഞ് 6 മാസം പ്രായമുള്ള ആഹാരം കഴിക്കണം. അതുകൊണ്ടാണ് നെല്ലിൻ്റെ താഴെ വിരിപ്പ് എന്ന് പറയുന്നൊരു 6 മാസത്തിനുള്ളിൽ കൊയ്യാൻ പറ്റും. അതാണ് ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ഡൈജഷന് വേണ്ടിയിട്ട്.
അപ്പോൾ നമ്മുടെ ശരീരത്തേക്ക് ആവശ്യമായ ഫൈബറും നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽസിന് ആവശ്യമായിട്ടുള്ള ശക്തിയും കിട്ടുന്ന ആഹാരം നമ്മൾ കഴിച്ചില്ല എങ്കിൽ ഈ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ അതുപോലത്തെ ശരീരങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ജനറേഷൻസിന്റെ അവസ്ഥ ഈ ശരിക്കും ഈ ഫുഡിന്റെ കാര്യത്തിൽ അനൂപ് ഒരുപാട് റിസർച്ച് ചെയ്യും അല്ലേ? ഫുഡ് അതിനോടുള്ള കൂടുതൽ താല്പര്യം. അതല്ല, ബേസിക്കലി ഞാൻ പറയുക ഈ കാട്ടിലുള്ള ആഹാരം അല്ലെങ്കിൽ വെറൈറ്റി. ഇപ്പൊ ഈ അമ്മച്ചി ഒരു ചക്ക ചുട്ട് തന്നൊക്കെ പറഞ്ഞില്ലേ? ട്രൈബ്സിന്റെ ഇടയിൽ ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആദിവാസി മേഖലകളിലൊക്കെ നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ദിവസങ്ങളോളം അവരോടൊപ്പം പോയി താമസിച്ചിട്ടുണ്ട്. അവരുടെ ജീവിത രീതി കുറച്ചുകൂടെ കഴിയുമ്പോൾ ആദിവാസി ആരാ അനൂപ് അറിയാൻ മേലാത്ത രീതിയിൽ ഞങ്ങൾ തമ്മിൽ അങ്ങ് അത്രയും സിങ്കാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പല 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 വിദേശ ചാനലിൽ ഇതുപോലത്തെ പരിപാടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച് വളരെ ഡീപ്പായിട്ട്. അപ്പം ഇപ്പോൾ ആദിവാസി രാജാവ് മന്നാൻ രാജമന്നാൻ ഇടുക്കിയിലൊരു വലിയ രാജാവാണ്, ആദിവാസികളുടെ രാജാവാണ്. ഇപ്പോഴും ഒരു കൊട്ടാരവും കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് പോലീസും ഒക്കെ ഉണ്ട്. അവർക്ക് അവരുടെ ഒരു പ്രത്യേകമായ ഒരു ജീവിത സംവിധാനമുണ്ട്. അങ്ങനെ അവരുടെ ഗ്രൂപ്പിൽ ഞാൻ കുറച്ച് നന്നായിട്ട് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ആദിവാസി ഗ്രൂപ്പ്സിൻ്റെ ഭക്ഷണവും അവരുടെ ജീവിത ഒരു ട്രഡീഷനും. ഇപ്പോൾ ഈ ഇടുക്കിയിലൊരു സംഭവം ഞാൻ പറയാം. ഈ ട്രൈബിൻ്റെ ഇടയിൽ ഒരു ഭയങ്കര വിശേഷപ്പെട്ട ഒരു ആചാരമുണ്ട്. അവിടെ ഒരു ദിവസം ചേർന്നാൻ കാട് കയറി കേട്ടോ എന്ന് പറഞ്ഞു. ഞാനവിടെ കിടന്ന് നല്ല ഒരു ഊരിലൊരു വീട്ടിൽ കിടന്ന് നല്ല സുഖമായിട്ട് ചേർന്നാൻ കാട് കയറി കേട്ടോ. ചേർന്നാൻ ഒരാളുടെ പേരാ. അപ്പൊ ചിന്നേം കാട് കൊണ്ടുപോയി കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനോർത്തു ഈ ചേന്നാൻ കാട് കയറി ചിന്നേം കാട് കൊണ്ടുപോയെന്ന്. അപ്പൊ ചേന്നാനും ചിന്നയും രണ്ട് നമ്മളവിടെ സമയത്ത് നമ്മളെ സഹായിക്കാനൊക്കെ ഉള്ള രണ്ട് ചെറുപ്പക്കാരാ. അപ്പൊ നല്ല നല്ല ഒത്ത ആരോഗ്യമുള്ള ഒരു പുരുഷനും നല്ല സുന്ദരിയായി മിടുക്കിയായ ഒരു സ്ത്രീയുമാണ് ഈ ചാന്നയും ചേന്നനും. അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ കാട് കയറി. ഒരു ദിവസം ഇവർ രണ്ടും കൂടെ കാട് കയറുക, ഇഷ്ടം പ്രണയം പരസ്പരം തുറന്നു പറഞ്ഞു. പിന്നെ ഇവരും കാട് കയറുകയാണ്. ഈ കാട് കയറി കഴിഞ്ഞിട്ട് ഞാൻ ഈ ചേന്നനെ കാട് കൊണ്ടുപോയെന്ന് പറഞ്ഞപ്പോൾ വല്ല പുലി പിടിച്ചോണ്ട് പോയെന്നൊക്കെ ഓർത്ത് ഞാൻ അവിടെ ഇരുന്നൊരു വെട്ടിയൊക്കെ എടുത്ത് ഞാനിങ്ങനെ യുദ്ധത്തിനൊക്കെയുള്ള പോകുമ്പോൾ ഞാൻ പുറത്ത് ഉറക്കം വെച്ച് ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ കാണുന്നത് അവിടെയൊക്കെ മനോഹരമായിട്ട് അലങ്കരിച്ചിരിക്കുന്നു. ഈ ചേന്നനും ചാന്നയും കൂടെ കാട്ടിൽ നിന്ന് മൂന്നാം പക്കം ഇറങ്ങി വരും. അപ്പൊ ഇറങ്ങി വരുമ്പോ ഇവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കാടൊക്കെ അലങ്കരിച്ചു വെച്ചിരിക്കുക. തിരിച്ചവരോട് വന്ന് ഇവരുടെ വിവാഹം മനോഹരമായി നടന്നു. സുഭിക്ഷമായ ഭക്ഷണം, പലതരം ഭക്ഷണമൊക്കെ നമ്മൾ കഴിച്ചു. ഇത് ആദിവാസി സമൂഹത്തിന്റെ ഒരു രീതി. ഇത് അവര് അപരിഷ്കൃതര്, നമ്മൾ പരിഷ്കൃതര്. നമ്മളെന്താ ചെയ്തേ? ഒരാണും പെണ്ണും കൂടെ ബസ്സിൽ ഇരുന്നപ്പോ ആണിനെ തലക്കടിച്ചിട്ട് പെണ്ണിനെ ഈ പിച്ചി ചീന്താവുന്നതിന്റെ മാക്സിമം പിച്ചി ചീന്തി. ഇതാണ് നമ്മൾ പരിഷ്കൃതര്, മറ്റവരെ അപരിഷ്കൃതര്. അനൂപ് അവിടെ കഴിച്ച ഫുഡിലെ, ഈ ആദിവാസികളുടെ കൂടെ കഴിച്ച ഫുഡിലെ ഏറ്റവും അനൂപിന് ഇഷ്ടപ്പെട്ട് തോന്നിയത്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞണ്ടാണ്. ഇവരുടെ സ്പൈസസ് ഒക്കെ ചേർക്കോ? ഒരു സാധനമില്ല. ഇവര് ഞണ്ട് പിടിക്കാൻ പോണത് രസമാണ്. നമ്മളെ കൊണ്ട് പോയിട്ട് ഒരു ചെറിയ അരുവിയുണ്ട്. ഈ അരുവി കൂടെ ഇവർ തല ഒരു 3-4 ദിവസമൊക്കെ പിടിച്ചിട്ട് ഏതെങ്കിലുമൊക്കെ ഈ ഊപ്പമീനില്ലേ, ആ മീനിന് ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇട്ടേക്കും. അത് അളിഞ്ഞ് വല്ലാത്തൊരവസ്ഥയാവും. ഇപ്പം ഇവർ വന്നിട്ട് ഇങ്ങനെ അളിക്കും. ഇത് അളിച്ചു കഴിഞ്ഞിട്ട് ഇതും കൂടെ നമ്മുടെ കൂടെ കൊണ്ടുവരും. എന്നിട്ട് കൊണ്ടുവന്നിട്ട് ഈ അരുവിയിൽ ഒരു സൈഡിൽ ഇവന്മാർ ഇതിങ്ങനെ ഒരു കല്ലേ കയറി ഇരുന്നിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് ഒഴിക്കും. അപ്പൊ ചെറുന്നിങ്ങനെ ഒഴിഞ്ഞു വരും വെള്ളം, ഈ ബക്കറ്റ് ഒഴുകി. എന്നിട്ട് ഇതിലേ കൂടെ ഒഴുകി ഒരു നേർരേഖ പോലെ പോയി പിന്നെ വലിയ രേഖയായി അങ്ങോട്ട് പോകും. കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ഞണ്ട്. ഈ മീനിന്റെ മണം എവിടം വരെ ചെന്നോ അവിടുന്ന് ഇങ്ങനെ ജാഥയായിട്ട് വരവാണ്. ഈ രണ്ട് ബലിഷ്ട എന്നെക്കാളും വലിയ ഞണ്ടൊക്കെ ഉണ്ട്. അമ്മ സത്യം, ഈ പ്ലേറ്റിലൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഞണ്ട്. എന്നിട്ട് ഈ പുള്ളി ഇങ്ങനെ അവിടെ നിന്ന് വരും, വന്ന് ഇതിന്റെ കൂട്ടത്തോടെ ഇങ്ങനെ വരിവരിയായിട്ട് വരുള്ളൂ കേട്ടോ. ഒരു കൂട്ടമായിട്ട് അവരെ സത്യം പറഞ്ഞാൽ അവരെ കണ്ടുകൊണ്ട് പറ്റിയാണ് ബിവറേജ് ഷോപ്പ് വിഭാവന ചെയ്തതെന്ന് കാര്യം. അത്ര വരിവരിയായിട്ട് ഇവരിങ്ങനെ വന്നിട്ട് ഈ ഞണ്ട്. അപ്പോൾ ഇവരൊരു വലിയൊരു മീനിൻ്റെ തല ഒരു ചാക്കുമൂല കെട്ടിട്ട് ഈ നൂല് ഇങ്ങനെ വെള്ളത്തിലോട്ട് ഇറക്കി കൊടുക്കും. അപ്പോൾ ഈ ഞണ്ട് ഇങ്ങനെ പിടിക്കും.
അപ്പം ഇവൻ ഇതിങ്ങനെ പൊക്കിയെടുത്തിട്ട് ഇങ്ങനെ ഒരു ഒറ്റ കൊട്ട് കൊട്ടും. ഓക്കെ. അപ്പം ചരുവത്തിനകത്ത് ഈ പുള്ളി അതിനകത്ത് കിടക്കും. ഓക്കെ. എന്നിട്ട് അടുത്തത് പുള്ളി ഒരു അധ്വാനവും ഇല്ല, എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് അടുത്തിടും, എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇടും. ഇങ്ങനെ ഇട്ട് നമുക്ക് ആവശ്യമുള്ള എണ്ണ 1 2 3 എണ്ണയിന് ശേഷം ആവശ്യമുള്ളതായി കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ കലക്കും. ഈ ഒഴിച്ച വെള്ളം ഇങ്ങനെ കലക്കും. അപ്പം ഇതുങ്ങളെല്ലാം കൂടെ തിരിച്ചു പോകും. അത് കഴിഞ്ഞ് കുറേ പച്ച പുല്ലും അതും ഇതുമൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ട് ഈ മുളേൻ്റെ സൈഡിലിരിക്കുന്ന ആ സാധനത്തിനകത്ത് ഇതെല്ലാം കൂടെ വെച്ച് ഈ ഞണ്ടിൻ്റെ നടുക്കിങ്ങനെ പുളക്കും. ഒരു ചെറിയ ക്യാപ്പുണ്ട്, അഴുക്കെല്ലാം കളഞ്ഞിട്ട് ഈ കുറേ സാധനങ്ങളൊക്കെ ഇതിനകത്തുമൊക്കെ ഫില്ല് ചെയ്ത് കുറേ ഏതാണ്ടൊക്കെ പച്ചിലകളൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ട് ഈ മറ്റേ മുളയുടെ മറ്റേ പുറത്തെ സാധനം അത് വെച്ച് കെട്ടി എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം വലിയ മുളക് കുറ്റിക്കത്തിന് അടിച്ചങ്ങ് കയറ്റും. കയറ്റിട്ട് 2 വശവും ടൈറ്റ് ചെയ്തിട്ട് തീ കൂട്ടി തീക്കകത്തേക്ക് ഇടും, ചുട്ടെടുക്കും. അയ്യോ ഇങ്ങനെ പറയുന്നത് ഞങ്ങൾക്കും കൊതി വരും. ഇത്രയും ഗംഭീര ഭക്ഷണം. എന്നിട്ട് വേറൊരു സാധനമുണ്ട്, ഇതിന്റെ കൂടെ തന്നെ കഴിക്കാനായിട്ട് പുല്ലെന്ന് പറയുന്നൊരു സാധനം, മറ്റേ ഈ പഞ്ഞപ്പുല്ലില്ലേ, അത് ഇവർ വെള്ളത്തിൽ ഇട്ട് ഇങ്ങനെ കൂർക്കും. വേവിച്ച് ചൂടുവെള്ളത്തിനകത്ത് ഇങ്ങനെ വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ കുറുക്കിയിട്ട് ഇതിങ്ങനെ ചെറിയ ഇങ്ങനെ എന്താ പറയാ ഒരു ആകൃതി ഒന്നും ഉണ്ടാകില്ല, ഒരു വേറെ ഷേപ്പായിരിക്കും. ഈ സാധനം നമ്മളിങ്ങനെ ഇച്ചിരി ഇങ്ങനെ തോണ്ടി എടുത്തിട്ട് ഈ ഞണ്ടയിൽ ഇങ്ങനെ മുക്കിയിട്ട് ടേസ്റ്റ്. ഇനി നാടകത്തെ കുറിച്ച് ചോദിച്ചോട്ടെ. ഈ നാടകത്തിലേക്ക് പോയതും പിന്നെ അത് ഇപ്പൊ ഉണ്ടോ? നാടകം ചെയ്യുന്നുണ്ട്. നാടകം ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് മഹാഭാരതം എന്ന് പറഞ്ഞിട്ട് വലിയൊരു നാടകം. സുവീരൻ എന്ന് പറയുന്നൊരു വളരെ പ്രഗത്ഭനായ ഒരു സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ കീഴിലാണ്. ഇപ്പം പകുതി പ്രാക്ടീസ് ചെയ്തു, പകുതി കൂടെ ചെയ്യാനിരിക്കുന്നു. അത് കഴിഞ്ഞാൽ ആ പ്രൊജക്റ്റ് ഒരു സ്ഥലത്തിരിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ പ്രദീപ് മണ്ടൂർ എന്നും പറഞ്ഞിട്ട് കണ്ണൂരിൽ വളരെ പ്രഗത്ഭനായ ഒരു നാടക പ്രവർത്തകനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്ലേ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ആരാച്ചാരാവും. KR മീരൻ്റെ മറ്റേ വയലാർ അവാർഡൊക്കെ കിട്ടിയ ആരാച്ചാരായിരിക്കും. അപ്പോൾ അത് മിക്കവാറും ചിലപ്പോൾ നാടകമാക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഈ 2 സംഭവം ചെയ്യാം. പിന്നെ ഞാൻ ചേർത്തലയിലായിരുന്നു നാടക പ്രവർത്തനത്തിൻ്റെ ഒരു നല്ല ഭാഗം. അത് കഴിഞ്ഞ് പിന്നെ ആ കളമൊന്ന് വിട്ട് പുറത്തു വരണമെന്ന് ഓർത്ത് അങ്ങനെ തിരുവനന്തപുരം അഭിനയയുടെ ഒരു നാടക ഒരു നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുമായി ബന്ധപ്പെട്ടൊരു ക്യാമ്പ് ട്രിവാൻഡ്രത്ത് സംഘടിപ്പിച്ചത് 90-ൽ. അപ്പം അന്ന് ആ ക്യാമ്പിൽ പങ്കെടുക്കാനായിട്ട് ട്രിവാൻഡ്രത്ത് ആദ്യമായിട്ട് ഞാൻ വരണേ. പിന്നെ അത് കഴിഞ്ഞ് പിന്നീട് തിരിച്ച് അവിടുത്തെ പഠിത്തവും പിന്നെ പിന്നെ വടക്കോട്ട യാത്ര, വലിയ വേരോട്ടമില്ലാത്ത വയനാടുമൊക്കെ നമ്മൾ കയറി ഇറങ്ങി അങ്ങനെ വന്ന് നിൽക്കുമ്പോഴാണ് കാവാലം സാറിൻ്റെ അടുത്ത് നാടക പ്രവർത്തനത്തിനായിട്ട് വരണത്. പിന്നെ ആ സമയത്താണ് ലാലേട്ടൻ വന്ന് കർണഭാരം ചെയ്യുന്നത്. പിന്നെ കർണഭാരം, ഊരുഭംഗം, കല്ലുരുട്ടി, ഭഗവതജ്ജു, അങ്ങനെ കുറേ നാടകങ്ങൾ അദ്ദേഹത്തോടൊപ്പം അഭിനയിച്ചു. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇത്രയും നാളും അലഞ്ഞു നടന്നതിൻ്റെ കുറേ സാധനങ്ങൾ ഇതൊക്കെയാണെന്നൊരു ഉൾക്കാഴ്ച, ഒരു ധാരണ കിട്ടി. പിന്നെ അവിടുന്ന് ഇപ്പോൾ ഒന്ന് വളരെ യാദൃച്ഛികമായി രഞ്ജിത്തേട്ടൻ മറ്റേ ഒരു സിനിമയിൽ ബ്ലാക്ക് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എന്താ പറയുക, മലയാളി തീരുമാനിച്ചു കഴിഞ്ഞു ഇവൻ സിനിമ ചോറാണ് ഇവൻ അർഹിക്കുന്നത്. പക്ഷെ അപ്പോഴും എനിക്കതിനോടൊരു ഒരു ഡെഡിക്കേഷനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇഷ്ടമൊന്നും തോന്നിയില്ല. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് കുറച്ചുകൂടെ സിനിമയെ ആധികാരികമായി മനസ്സിലാക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇപ്പോഴാണ് എനിക്ക് സിനിമ എന്ന് പറയുന്നൊരു മീഡിയത്തിൽ ഇച്ചിരി വിനയം തോന്നിയുള്ളൂ. മറ്റത് നമ്മൾ പഠിച്ചതൊക്കെ അഭിനയമല്ലേ, അപ്പം വരുന്നു, ചെയ്യുന്നു, പോകുന്നു എന്നുള്ള മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് അതിനോടൊരു വിനയം തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് എനിക്കൊരു വിനയം, ഒരു അടക്കം, ഒരു ഒതുക്കം, സിനിമയ്ക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ ഒരു തോന്നൽ വരുന്നത് ഇപ്പോഴാണ്. ആ സമയത്താണ് ഷായി സാറിൻ്റെ തമിഴിൽ പോയിരണം, ഒരു നാദിയ കൊല്ലപ്പെട്ട രാത്രിയുടെ തമിഴ് പടം വെച്ച്. അപ്പം അതിപ്പോൾ റിലീസാകാൻ പോകുന്നു. അപ്പം അതിൻ്റെ നമ്മുടെ പെർഫോമൻസിനെ കുറിച്ച് അവിടുത്തെ ആൾക്കാർ പറഞ്ഞു തന്നെ വേറെ കുറച്ച് ആൾക്കാർ ഇവിടെ വന്ന് കണ്ട് 2 പടം കൂടെ അവിടെ കമ്മിറ്റ് ചെയ്തു. അങ്ങനെ പോകുന്നു. ഓക്കെ. അനൂപിന് ഓരോ കാര്യം പറയുമ്പോഴും ഓരോ കാഴ്ചപ്പാടുണ്ട് ഓരോന്നിലും. അനൂപ് ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയെ പറ്റിയെന്ന് പറഞ്ഞേ, എല്ലാരും കേട്ടോണേ. കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ചരിത്രത്തോട് നല്ല ബഹുമാനമുള്ള ആളായിരിക്കണം. പിന്നെ രണ്ടാമത്തത് നല്ല
ഉത്തരവാദിത്തമുള്ള ആളായിരിക്കണം. അല്ല, നല്ല ഉത്തരവ്. അതായത് ഒരു വിഷയം അതിൽ ഇഷ്ടപ്പെടുമ്പോൾ അത്ര ഡീപ്പസ്റ്റ് ലെവലിൽ അതിനെ സമീപിക്കാനുള്ള, അല്ലെങ്കിൽ പിന്നെ ആ മൂടുള്ള ആളാകരുത്. ഇനി ഈ ഒരു 2 കാഴ്ചപ്പാടും ഉണ്ടെങ്കിൽ, അത്യാവശ്യം ഭേദപ്പെട്ട വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ, ജാതിയോ മതമോ അല്ലെങ്കിൽ മറ്റ് സംഗതിയോ സ്ത്രീധനമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഞാൻ വിഷയമേ അല്ല. പക്ഷെ ഈ ഒരു കാര്യത്തിൽ വളരെ കൃത്യമായിരിക്കണം. അങ്ങനെ കണ്ടുപിടിച്ചോ? അല്ല, അങ്ങനെ എനിക്ക് പക്ഷെ ഞാൻ പല ആൾക്കാരെയും എന്താ പറയുക, എനിക്ക് പക്ഷെ അങ്ങനെ തോന്നിയിട്ടില്ല, പല ആൾക്കാരും തോന്നില്ല. പിന്നെ ഇപ്പൊ എന്താ പറയുക, ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വിനയം എനിക്ക് ഇപ്പോഴാണ് വന്ന് തുടങ്ങിയിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞില്ലേ, എന്ന് പറഞ്ഞതുപോലെ ഒരു പക്ഷെ ഇനിയായിരിക്കാം ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. പിന്നെ ഇത് മാത്രമല്ലല്ലോ ലൈഫിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്, അത് മാത്രമല്ലല്ലോ വിവാഹം മാത്രമല്ലല്ലോ ഒരു പ്രധാനപ്പെട്ട ഘടകം. വിവാഹം ഒരു ഇപ്പൊ പണ്ടുള്ള ആൾക്കാരെയൊക്കെ പെട്ടെന്ന് പിടിച്ച് കെട്ടിയും, കാര്യം അവനൊരു ഇരുത്തം വരിക, അവനെ അങ്ങ് പിടിച്ചങ്ങ് ഇരുത്ത്. ഒരു കല്യാണത്തോടൊരു പുരുഷൻ മരിക്കുകയും ഒരു സ്ത്രീ ജനിക്കുകയും ചെയ്യാണ്. കല്യാണം കഴിയുമ്പോൾ അവന്റെ സർവ സ്ത്രീ ആ സമയത്ത് സ്വതന്ത്രയായി. പിന്നെ അങ്ങനെ അപ്പൊ അതുകൊണ്ട് അങ്ങനെയല്ല. പക്ഷെ എന്തായാലും വിവാഹം എന്ന് പറയുന്നൊരു ഒരു കൺസെപ്റ്റും നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, നമ്മുടെ സമൂഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാഴ്ചപ്പാടൊക്കെ വളരെ ഉദാത്തമായ ഒരു കാഴ്ചപ്പാടാണ്. നമ്മുടെ ഒരു അഭിപ്രായം, നമ്മുടെ ഒരു കാഴ്ചപ്പാട്. പക്ഷെ അനൂപേ, ഇപ്പൊ സീരിയലിനൊക്കെ നിറയെ കാലമുള്ള സമയാട്ടോ. ടെലിവിഷൻ എടുത്ത് കളയാൻ പറഞ്ഞു, സ്റ്റീൽ പാത്രം എടുത്ത് കളയാൻ പറഞ്ഞു, ഇപ്പൊ നോൺ സ്റ്റിക്കിന്റെ കാലവാ. അല്ല, ഇപ്പൊ ഒരു വളരെ കൃത്യമായിട്ട് ഇവിടെ ഇപ്പൊ ഋഷിരാജ് സിംഗ് ഒരു അഭിപ്രായം പറഞ്ഞു, ഈ സീരിയലുകൾ മുഴുവൻ ഇപ്പോൾ മറ്റേ സാംസ്കാരികമായ അപജയം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നൊരു സംഭവം പറഞ്ഞു. അപ്പോൾ അതൊരു നല്ലൊരു അഭിപ്രായം കൂടിയാണത്. അപ്പോൾ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഒരു സീരിയൽ നിർത്തണം, കുറേ ആൾക്കാരങ്ങ് ചാടി ഇറങ്ങി. അപ്പം ഞാൻ ഒരു സാധനം കൊള്ളുകയില്ലെങ്കിൽ അത് വേണ്ടാന്ന് തീരുമാനിക്കുകയാണോ വേണ്ടത്, അതോ അതിനെ നന്നാക്കി ഉപയോഗിക്കുകയാണോ വേണ്ടത്? ഇത്രയും ആൾക്കാരുടെ ജീവിതമാർഗ്ഗം അത്. അത് ഇച്ചിരി മാന്യമായിട്ട് കൃത്യമായ ഒരു ബോഡി, പിന്നെ നല്ല കൃത്യമായ ഒരു അതിനെ നിയന്ത്രിക്കാനും അതിനെ നിരീക്ഷിക്കാനും ഒക്കെ ഉള്ളൊരു നല്ലൊരു പാനലും ഒക്കെ ഉണ്ടെങ്കിൽ, ആരും നിരീക്ഷിക്കാതെ വരുമ്പോഴാണ് മനുഷ്യന്മാർ അവനെ വൃത്തികേട് മുഴുവൻ കാണിക്കുന്നത്. മറിച്ച് ആരെങ്കിലും നിരീക്ഷിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ജഗതി ചേട്ടൻ എന്നോട് പറഞ്ഞൊരു സാധനമുണ്ട്, 1000 വിഡ്ഢികൾ നമ്മളെ നോക്കി ചിരിക്കാനും കൈയടിക്കാനും ഉണ്ടാകും. നമ്മൾ അതിനെയല്ല ബഹുമാനിക്കുകയും ഭയക്കുകയും വേണ്ടത്. ഒരു പണ്ഡിത ശ്രേഷ്ഠന്റെ ഒരു നോട്ടം, നമ്മൾ അതിനാണ് വില കൊടുക്കേണ്ടത്. അപ്പൊ അത്തരം പണ്ഡിത ശ്രേഷ്ഠന്മാര് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഭരണകൂടത്തിലെ നമ്മുടെ മന്ത്രിമാരെല്ലാം മൂത്രം ഒഴിക്കുമായിരുന്നു. ഇത് നമുക്ക് ഫീൽ ചെയ്തപ്പോഴാണെന്നറിയോ, അഴീക്കോട് മാഷ് പോയപ്പോഴാണ് നമുക്കിത് ഫീൽ ചെയ്തത്. മറിച്ച് ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോഴത്തേക്ക്, ഇപ്പൊ ജിഷ ഇഷ്യൂ ഉണ്ടായി, അഴീക്കോട് മാഷ് ഇവിടെ പുള്ളി ഒരു ചൂരലെടുത്തുകൊണ്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഇവിടുത്തെ എല്ലാ മേഖലയും ഉണരും, 4 വശവും ഇതാവും. ഈ ഗുരുപരമ്പരകൾ നമുക്ക് ONV സാറ്, ഇപ്പൊ ആരാധനായ കാവാലം, ഇനി കുറച്ച് പേര് കൂടെ ഉള്ളൂ, കുറച്ച് പേരല്ല. ഇത് പോയാൽ പകരം, പണ്ട് നമ്മളൊരു തെങ്ങ് പോകുമ്പോൾ പകരം ആ തെങ്ങ് പോയ സ്ഥലത്ത് തന്നെ പിറ്റേ തൈ വെക്കുമായിരുന്നു. ഇപ്പൊ നമ്മൾ വെക്കണില്ല എന്ന് പറയുന്ന പോലെ ഒരു ആചാര്യ പരമ്പരയിൽ ഓരോ കണ്ണുകൾ ഇങ്ങനെ അറ്ററ്റ് പോകുമ്പോൾ നമുക്ക് മാർഗനിർദ്ദേശം കാണിക്കാൻ, ഒരു ചൂരലുമായിട്ട് വരാൻ, അല്ലെ നമ്മളെ നോക്കി പേടിപ്പിക്കാൻ ആളില്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് അടുത്ത വരുന്ന സാംസ്കാരിക ലോകത്തിന് ഗുണം ചെയ്യോ ദോഷം ചെയ്യോ എന്ന് എനിക്കറിയില്ല. കണ്ടു തന്നെ പറയാമല്ലേ, അനുഭവിച്ചറിയേണ്ടി വരും. അനൂപിനെ പറ്റി ബേസിക് ആയിട്ട് ഞാൻ അറിഞ്ഞിരിക്കുന്ന ഒരു കൊമേഡിയൻ എന്ന രീതിയിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ അനൂപ് ഇത്രയും ഡീപ്പായിട്ട് സംസാരിച്ച് എല്ലാ കാര്യത്തിലും ഈച്ച് ആൻഡ് എവറിത്തിങ് ഇത്ര കീനായിട്ട് ശ്രദ്ധിച്ച് അതിനെപ്പറ്റി മനസ്സിലാക്കി പഠിച്ച് ചുമ്മാ അങ്ങ് വർത്താനം പറയുമല്ലോ, അതിനെപ്പറ്റി ഒരു നിരീക്ഷണം തന്നെ ഉണ്ട് അല്ലെ. അത് ഐ ഷുഡ് അപ്രിഷിയേറ്റ് യു. അത് മാത്രമല്ല, അപ്രിസിയേഷന്റെ കൂടെ മാത്രമല്ല, എൻ്റെ പ്രേക്ഷകർക്കും ആയാലും എനിക്കായാലും എന്തോരം അറിവാന്നറിയോ അനൂപിനോട് ഈ ഒരു 1/2 മണിക്കൂർ വർത്താനം പറഞ്ഞപ്പോ കിട്ടിയേ. അതിന് നിങ്ങൾ കടപ്പാട് വേണ്ടത് അമ്മയോടാ, എൻ്റെ അമ്മയോടാണ്. ആ അമ്മയ്ക്ക് ഞങ്ങളുടെയൊക്കെ സ്പെഷ്യൽ സല്യൂട്ട് അമ്മ.